നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് മലയാലപ്പുഴ ക്ഷേത്രം, പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ടത്. ഞാനൊരു മുസ്ലിമാണ്. എന്നിരുന്നാലും ജാതി മത വർഗീയതകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യൂട്യൂബിലൂടെ കണ്ട ഈ സ്ഥലത്തേക്ക് ഒരു ഞായറാഴ്ച ദിവസം ഞാൻ എത്തുകയായിരുന്നു. സത്യം പറഞ്ഞ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ ആളുകളുടെ സ്നേഹവും. ഒരു വഴി ചോദിച്ചപ്പോൾ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി വന്നു വഴി പറഞ്ഞു തരികയും, എന്തിനേറെ ഞാനും ഭാര്യയുമായി അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ഭാര്യ പർദ്ദ ധരിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പർദ്ദ ധരിച്ചുകൊണ്ട് ആ അമ്പലത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇങ്ങനെയും സ്നേഹത്തോടുകൂടി വിളിച്ചു കയറ്റുന്ന അമ്പലങ്ങളുണ്ടോ? എന്തിനേറെ അവിടെയുള്ള ഓരോരുത്തരും ഞങ്ങളെ അതിശയത്തോടുകൂടി നോക്കുകയായിരുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ വരാനുള്ള കാരണം? അങ്ങനെ പലരും പലതരത്തിൽ ഞങ്ങളോട് തിരക്കി. ആരിലും ഒരു ഗർവ് പോലും കാണുന്നില്ല. ഞങ്ങൾ വന്നതിന്റെ സന്തോഷമാണ് അവർക്കൊക്കെ. അവിടെയുള്ള കടകൾ നടത്തുന്ന ആളുകളൊക്കെ ഞങ്ങളോട് വളരെയധികം ആത്മാർത്ഥമായി പെരുമാറി. അങ്ങനെ ആ അമ്പലം ഞാൻ ചുറ്റിമറന്ന് കണ്ടു. ധാരാളം ആളുകൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വന്നെത്തുന്ന ഒരു പ്രത്യേക സുന്ദരമായ ഒരു ചരിത്രകഥയുള്ള ഒരു അമ്പലമാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ആ ക്ഷേത്രവും അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും അവിടെ ഉള്ള മറ്റ് ഇതര ആളുകളും ഒക്കെ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം. ആ സ്നേഹമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പൈതൃകം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലായിടത്തും ചില വ്യക്തികളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന ഫീലാണ്. എല്ലാവരും വിശേഷം തിരക്കുന്നു. ലോട്ടറി ടിക്കറ്റുകാർ മുതൽ ഓട്ടോറിക്ഷക്കാർ വരെ നമ്മൾ ചെല്ലുമ്പോൾ വിശേഷം തിരക്കുകയാണ്. ഒരു ദിവസം ചെല്ലാൻ വൈകിയപ്പോൾ, രാവിലെ ചെല്ലേണ്ട ഞാൻ വൈകിട്ടാണ് എത്തിയത്. അപ്പൊ അവിടെയുള്ളവർ തന്നെ പരസ്പരം പറഞ്ഞു, അവരെയൊന്നും കണ്ടില്ലല്ലോ, എന്താണ് അവർ കാണാത്തതെന്നുള്ള ചർച്ച നടത്തിയെന്ന് അവർ തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായി. ഇന്ന് എന്ത് വിഷമം വന്നാലും ഞാൻ മലയാലപ്പുഴ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും എത്താറുണ്ട്. സത്യത്തിൽ എല്ലാ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുമ നമസ്കാരം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോകുന്ന വഴി അത്തരം കർമ്മങ്ങളെല്ലാം നടത്തി ഞാൻ അവിടെ എത്തപ്പെടും. കാരണം എന്തോ എനിക്കറിയില്ല, എന്തോ ഒരു ആത്മബന്ധമുള്ള പോലെ അവിടെ ചെല്ലുമ്പോൾ. സത്യം പറഞ്ഞ ജീവിതത്തിൽ മാനസികമായും ശാരീരികമായും ഒക്കെ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ആരിൽ നിന്നെങ്കിലും അല്പം സ്നേഹം കിട്ടിയാൽ അത് വലിയൊരു ആശ്വാസമാണ്. സത്യത്തിൽ സ്നേഹത്തിന്റെ ഒരു കൂമ്പാരമാണ് മലയാലപ്പുഴ ക്ഷേത്രം എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ വ്യക്തികളും, എന്തിനേറെ അവിടെ കട നടത്തുന്ന ഒരാൾ, ഞങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അമ്പലത്തിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, കാണിക്കവഞ്ചിയിൽ പൈസയും ഇട്ട് ഇറങ്ങിയപ്പോൾ ആ കടക്കാരൻ വന്നിട്ട് ചോദിച്ചു, പായസം കിട്ടിയില്ലേ? ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം പോയി ഞങ്ങൾക്ക് പായസം കൊണ്ടും തന്നു. അപ്പൊ അത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്ന ആ ആളുകളുടെ സ്നേഹവും സാഹോദര്യവും ഒക്കെ കണ്ടപ്പോൾ ഈ ലോകത്ത് എവിടെയാണ് വർഗീയത? ആരാണ് വർഗീയത പടർത്തുന്നത്? ഈ കഴിഞ്ഞ ഇടക്ക് ഒരു മുസ്ലിയാരുടെ സംസാരം എനിക്ക് വളരെയധികം അടുത്തറിയാവുന്ന ഒരാളാണ്. പൊന്നുകണ്ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം മതസൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ വളരെയധികം വൈറലായിരുന്നു.
യഥാർത്ഥത്തിൽ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും നാം എല്ലാം മനുഷ്യരായി ജന്മം കൊള്ളുകയും ഇവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒടുവിൽ എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ട് ഈ ചവിട്ടി നടന്ന മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ് നാമൊക്കെ. ഇവിടെ എന്ത് നേടാനാണ് നമുക്കുള്ളത്? എന്ത് നേടിയാലും ഒരു ദിവസം അതെല്ലാം ഉപേക്ഷിച്ചു പോകണം. ഒന്നും ആരുടെയും സ്വന്തമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലുത്. നമുക്കാകെയുള്ളത് സ്നേഹമാണ്. പരസ്പരം കാണുമ്പോൾ ചിരിക്കാനുള്ള ഒരു മനസ്സ്, സഹായിക്കാനുള്ള മനസ്സ്, സ്നേഹിക്കാനുള്ള മനസ്സ്. അങ്ങനെ പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങളിലൂടെ ഈ ഇന്ത്യ രാജ്യം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയിലൂടെ ജാതിയെന്നോ മതമെന്നോ വർഗീയതയെന്നോ ഇല്ലാതെ എല്ലാ മനുഷ്യരും മനുഷ്യരായിക്കൊണ്ട് നാം എല്ലാം ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടി പരസ്പര ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സന്തോഷം പകർന്ന സുന്ദര മുഹൂർത്തങ്ങളിൽ ഒന്നാണ് മലയാളപ്പുഴ ക്ഷേത്രം. ഖുർആനിൽ പറയുന്നുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോ വ്യക്തികളുടെയും വിശ്വാസം അവരവർക്ക് വലുത് തന്നെയാണ്. തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ നാം എല്ലാം ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് വന്ന സമയം മുതൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഓരോ സംസ്കാരങ്ങൾക്കനുസരിച്ച് ജീവിതമാർഗങ്ങൾ ചിട്ടപ്പെടുത്തുകയും ഓരോ വിശ്വാസാടിസ്ഥാനത്തിൽ ഓരോ കർമ്മങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ചില വ്യക്തികൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഭിന്നിപ്പുകളാണ് നാം വർഗീയതയായി ഇവിടെ കാണുന്നത്. ഇസ്ലാം തീവ്രവാദിയെന്നും ഹിന്ദു വർഗീയവാദിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ മനുഷ്യരെ, സ്നേഹമുള്ള മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകളാണ് നാം കാണുന്നത്. സത്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. പരമകാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം. ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ കരുണയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബൈബിളായാലും ഖുർആനായാലും ഭഗവത്ഗീതയായാലും മനുഷ്യന്റെ സ്നേഹത്തോടുകൂടിയുള്ള ജീവിതത്തിന്റെ പാഠങ്ങളാണ് ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എല്ലാം ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ലോകം ശാന്തമാവുകയുള്ളൂ. ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ പോലെ ഈ ലോകം സന്തോഷമാകണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനായി മാറണം. അവൻ്റെ ഉള്ളിൽ കാരുണ്യമുണ്ടാകണം. നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അല്ലാതെ ഞാൻ നീ എന്ന് പറയുന്ന അഹങ്കാര ചിന്തകൾ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് നാം എല്ലാം മനുഷ്യരായി മണ്ണായി തീരുന്നതുവരെ നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാൻ കഴിയട്ടെ. ഇത്രയും പറയാനുണ്ടായ കാരണം ഈ മലയാളപ്പുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള വ്യക്തികളുടെ സ്നേഹം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ നാട്ടിലേക്ക് വന്ന് താമസിക്കണമെന്ന് വരെ ആഗ്രഹമായി പോയി.
സത്യത്തില് ഞായറാഴ്ച ദിവസമാണ് ഞാൻ പോയിരുന്നെങ്കിലും പിന്നീട് മിക്ക വെള്ളിയാഴ്ചകളിൽ ഞാൻ പോകാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. ആ അമ്പലം കണ്ടു നടന്നപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ആന മതപ്പാടിളകിയിട്ട് അപ്പുറത്തെ ഒരു പറമ്പിൽ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ആനയെ കാണാനുള്ള ഒരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ആ പറമ്പിലേക്ക് ചെന്നു. അപ്പൊ ചിലർ പറഞ്ഞു, അങ്ങോട്ട് അടുത്തേക്ക് പോകണ്ട, തളച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു ആ ആനയെ കണ്ടു. എന്തോ എന്നെ നല്ലപോലെ നോക്കുകയും തുമ്പിക്കൈ നോക്കി ഒരു സലാനൊക്കെ തന്നുകൊണ്ട് അവനെന്തോ ആഗ്യം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് പഴം വാങ്ങിക്കൊണ്ടുവന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരനോട് പറഞ്ഞുകൊണ്ട് ആ പഴം ആനക്ക് കൊടുക്കാനായിട്ട്, ആനപ്പാപ്പന്മാര് പോലും ഇല്ല, അപ്പൊ അടുത്തേക്ക് അധികം പോകണ്ട, ദൂരെ നിന്ന് കൊടുത്താൽ മതി, കൈയൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എന്തോ എനിക്ക് ഭയം തോന്നിയില്ല. സത്യത്തില് ആനയുടെ അരികിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുകയും ഞാൻ പഴം കൊടുക്കുകയും അവൻ വളരെ സ്നേഹത്തോടു കൂടി അത് വാങ്ങി തിന്നുകയും ചെയ്തു. എന്തോ എന്നോട് വലിയ സ്നേഹമുള്ള പോലെ എനിക്ക് തോന്നി. സത്യത്തിൽ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ മനസ്സുമായി നടക്കുന്ന എനിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നാൻ തുടങ്ങിയത് അവനെ കണ്ടപ്പോഴാണ്. അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും പഴക്കുലയുമായി ഞാൻ അവിടെ എത്തും, അവന് കൊടുക്കും. അത് എൻ്റെ ഒരു ഹരമായി മാറി.